നമസ്കാരം. ധർമ്മസ്ഥലയിൽ ദുരൂഹമരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ആരോപണം, അതിന്റെ അന്വേഷണവും പരിശോധനകളും ഒക്കെ നടക്കുകയാണ്. ഇത് ഒരു അജണ്ടയുടെ ഭാഗമായി സെറ്റ് ചെയ്തതാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ചില തെളിവുകൾ ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ ധർമ്മസ്ഥലയെ തകർക്കാനായി അവിടെ ആക്ഷൻ കൗൺസിൽ ഉണ്ട്. അതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അതിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, അബ്ദുൾ മനാഫ് എന്ന വ്യക്തി ഉൾപ്പെടെ. അതുപോലെ ഈ ശുചീകരണ തൊഴിലാളി, ഈ അസ്ഥികൂടം കണ്ടു, കുഴിച്ചിട്ടത് കണ്ടു എന്നൊക്കെ പറയുന്ന ശുചീകരണ തൊഴിലാളി, ഇയാൾ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ് എന്ന്, ഇയാൾ നേരത്തെ ഹിന്ദു ആയിരുന്നു, ഇപ്പോൾ മതം മാറി ക്രിസ്ത്യാനി ആയതാണ് എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പല തരത്തിലുള്ള ദുരൂഹതകൾ ഇവിടെ മണക്കുന്നുണ്ട്. അതായത് ധർമ്മസ്ഥലയെ എങ്ങനെങ്കിലും തകർക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചില കോക്കസുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളി മതം മാറി ക്രിസ്ത്യാനിയായ തോമസ് എന്നയാളാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഹിന്ദു ആയിരുന്നപ്പോൾ ഇയാളുടെ പേര് ഭീമ എന്നായിരുന്നു. കർണാടകയിലെ ബൽത്തങ്ങാടി താലൂക്കിൽ ആണ് ധർമ്മസ്ഥല അമ്പലം. അവിടേക്കാണ് 70 കൊല്ലമായി മലയാളികൾ, പ്രധാനമായും ക്രിസ്ത്യാനികൾ കുടിയേറി സെറ്റിൽ ആയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് മലയാളി ക്രിസ്ത്യാനികൾ ഇപ്പോൾ അവിടെയുണ്ട്. 10,000-കണക്കിന് ഏക്കർ ഭൂമി വാങ്ങുകയും കുംകി എന്ന പേരിൽ അതിന് ചുറ്റുമുള്ള സ്ഥലം കയ്യേറുകയും ചെയ്തു. ധാരാളം പള്ളികളും കുരിശടികളും ഒക്കെ ഇപ്പോൾ അവിടെയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പണ്ട് അയ്യപ്പന്റെ പൂങ്കാവനം എന്നറിയപ്പെട്ടിരുന്ന ശബരിമല വനഭൂമി കയ്യേറി സ്വന്തമാക്കാൻ ചിലർ കുരിശ് നാട്ടി ശ്രമിച്ചപ്പോൾ വെളുത്തച്ഛൻ എന്നൊരു സാധനത്തെ ഹിന്ദുവിന്റെ മേലെ കെട്ടിവെച്ചത് ഓർക്കുന്നു. അതിന് മുൻപ് കാഞ്ഞിരപ്പള്ളിയിലെ ക്രിസ്ത്യാനികൾ 3 തവണ ശബരിമല തീവെച്ചു നശിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുണ്ട്. അതേ പാറ്റേണിൽ ഉള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും പരിശോധനകളും ആവശ്യമാണ് എന്നത് വ്യക്തമാകുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ കേരളത്തിലെ നിരവധി ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട്. നിരവധി ആളുകൾ ദുരൂഹമായി മരണപ്പെട്ടിട്ടുണ്ട്, സ്ത്രീകളടക്കം നിരവധി ധ്യാന കേന്ദ്രങ്ങളിൽ. പക്ഷെ അതൊക്കെ തന്നെ മൂടി വെക്കപ്പെടുകയും അതൊക്കെ തന്നെ എഴുതി തള്ളപ്പെടുകയും മാധ്യമങ്ങൾ മറന്നു പോവുകയും ഒക്കെ ചെയ്ത കുറെ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത് ഒരു ധ്യാന കേന്ദ്രത്തിൽ 10 വർഷത്തിനിടെ ഏതാണ്ട് 974 ദുരൂഹ മരണങ്ങൾ നടന്നതായുള്ള ഒരു മാധ്യമ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഈ ധർമ്മസ്ഥലയിൽ നിന്ന് ഈ ധ്യാന കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. കർണാടക സർക്കാർ ധർമ്മസ്ഥലയിൽ ആടിനെ തപ്പി ഒരുപാട് ഇടത്ത് കുഴിച്ചു. ആട് പോയിട്ട് ആടിന്റെ കൂടെ പോലുമില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരുത്തന്റെ വാക്ക് കേട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കർണാടകത്തിലെ ധർമ്മസ്ഥല എന്ന സ്ഥാപനത്തെ ഹിന്ദു ക്ഷേത്രത്തെ തകർക്കാനായി ഒരു ശുചീകരണ തൊഴിലാളിയുടെ മൊഴി വളരെയധികം പ്രാധാന്യത്തോടെ എടുത്തുകൊണ്ട് അയാൾ പറഞ്ഞ സ്ഥലങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ തന്നെ പരിശോധനയും അന്വേഷണവും ഇപ്പോഴും തുടരുകയാണ്. ഇത് അയർലൻഡിൽ സഭ കുഴിച്ചിട്ട 796 കുഞ്ഞുങ്ങളുടെ അവശിഷ്ടം കണ്ടെത്താൻ കുഴിക്കുന്നത് ഇവിടെ വാർത്തയല്ല. അവിവാഹിതരായ അമ്മമാരെ പാർപ്പിക്കാൻ സഭയുണ്ടാക്കിയ ബോൺ സെക്യൂഴ്സ് മദർ ആൻഡ് ബേബി ഹോമിലെ സെപ്റ്റിക് ടാങ്കിൽ അവശിഷ്ടം പരതുന്നു. അതുപോലെ കേരളത്തിൽ 974 ദുരൂഹമരണങ്ങൾ നടന്ന ഒരു ധ്യാന കേന്ദ്രം കേസ് അട്ടിമറിച്ചതാര്, അന്വേഷണത്തിന് ഉത്തരവിട്ട ജസ്റ്റിസിന് വധഭീഷണി, മാനസിക സമ്മർദ്ദവും ഒക്കെ തന്നെ ഉണ്ടായി. രാഷ്ട്രീയ ഇടപെടലൊക്കെ തന്നെ ഉണ്ടായി. ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൽ നിന്ന് പോലീസ് തട്ടിക്കൊണ്ടുപോയവരിൽ നിന്ന് രക്ഷിച്ച കണക്ക് 4400 നമ്മളത് വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു. അപ്പം ഇത്തരത്തിൽ വ്യാപകമായി പല രീതിയിൽ ആളുകളെ കാണാതാകുന്നു, മാൻ മിസ്സിങ്ങുകൾ സംഭവിക്കുന്നു. ധ്യാന കേന്ദ്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഇത്തരം ദുരൂഹമായ മരണങ്ങളും കാണാതാകലുകളും ഒന്നും എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല? ഇത് ധർമ്മസ്ഥലം മാത്രം കേന്ദ്രീകരിച്ച്, ധർമ്മസ്ഥല എന്ന ക്ഷേത്രത്തെ തകർക്കാൻ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമല്ലേ എന്ന് ഒരു വേള തോന്നിപ്പോവുകയാണ്. ഈ ശുചീകരണ തൊഴിലാളി മതം മാറി ക്രിസ്ത്യാനിയാണ് എന്ന് കേൾക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ദുരൂഹതകൾ, ഗൂഢ അജണ്ടകളൊക്കെ തന്നെ ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വരുന്നു. വ്യക്തമായ അന്വേഷണം കേന്ദ്ര സർക്കാർ ഇടപെട്ട് തന്നെ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ട് തന്നെ നടത്തണം. കർണാടകയിൽ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്. ഇത്തരം ആളുകൾക്ക് ഒക്കെ തന്നെ പിന്തുണ കൊടുക്കുന്ന ഒരു സർക്കാരാണ് കോൺഗ്രസിന്റെ സർക്കാരുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെട്ട് പരിശോധനകൾ നടത്തി സത്യം പുറത്തു കൊണ്ടുവരണം. ധർമ്മസ്ഥലയെ തകർക്കാനായുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗം ഇതിനു മുൻപും പലപ്പോഴും നമ്മൾ കണ്ടു. ധർമ്മസ്ഥലയിൽ ആരും പോകരുത്, അതുപോലെ ധർമ്മസ്ഥലയിലും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും ഒന്നും പോകരുത്, അവിടെ സ്ത്രീകൾക്ക് പോകാൻ പറ്റിയ സ്ഥലമല്ല തുടങ്ങിയ വാർത്തകളൊക്കെ തന്നെ ചില യൂട്യൂബ് ചാനലുകൾ അടക്കം പുറത്തുവിട്ട് അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തൊക്കെയായാലും ശരി, ഇത് ഒരു വലിയ അജണ്ടയുടെ, ചെറുതല്ല വലിയ ഒരു അജണ്ടയുടെ ഭാഗമായി നടക്കുന്ന പരിപാടികളാണ്. ധർമ്മസ്ഥലയെ ഇല്ലാതാക്കാൻ, ധർമ്മസ്ഥലയെ തകർക്കാൻ വേണ്ടി ഒരുപാട് പേർ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ന്
ദിവസം കഴിയുന്തോറും കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് വാർത്തകളും അതിന്റെ മറ്റ് വിശദാംശങ്ങളും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും തത്വമൈ ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. ഇത് എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, ഇവിടെ നടക്കുന്നത് എന്താണ്, ഇവിടെ കൃത്യമായ ഒരു അജണ്ടയും പ്ലാനിങ്ങും നടത്തി ഒരു ഹൈന്ദവ ആരാധനാലയത്തെ തകർക്കാനുള്ള ഗൂഢശ്രമം ആരാണ് നടത്തുന്നത്, എന്തിനാണ് നടത്തുന്നത് എന്ന് തീർച്ചയായിട്ടും രാജ്യത്തെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ശക്തമായ അന്വേഷണവും പരിശോധനയും നടത്തുക തന്നെ വേണം. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.